വിശദമായ വാർത്തകളിലേക്ക്. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുമ്പോൾ 3 ലക്ഷത്തിലധികം കുരുന്നുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തുന്നത്. കുട്ടികളെ വരവേൽക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അല്പസമയത്തിനകം വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിക്കും. സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങാറായോ? മനു, ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് വിശിഷ്ടാതിഥികളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ കുരുന്നുകളെ അക്ഷരത്തൊപ്പി അണിയിച്ചുകൊണ്ടാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഓരോ അക്ഷരങ്ങളും രേഖപ്പെടുത്തിയ തൊപ്പി അധ്യാപികമാർ തന്നെ നിർമ്മിച്ച് കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ അത് അവരുടെ തലയിൽ അണിയിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വേദിയിൽ ഈ സംസ്ഥാനതല പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഗതഗാനം നടക്കാൻ പോവുകയാണ്. ഈ സ്വാഗതഗാനത്തിനൊപ്പം ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ തന്നെയാണ് ചുവടുവയ്ക്കുന്നത്. അതാണ് ആദ്യമായി ഇവിടെ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് പോവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചടങ്ങുകൾ വിപുലമായ രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള ക്രമീകരണവും നടത്തിയിട്ടുള്ളത്. കുട്ടികളെ വളരെ നല്ല രീതിയിൽ സ്നേഹത്തോടെ മധുരം നൽകിയൊക്കെ വരവേറ്റിരിക്കുകയാണ്. ഇപ്പോൾ അക്ഷരത്തൊപ്പിയൊക്കെ നൽകി കുട്ടികളെ സ്വീകരിച്ച് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഈ സംസ്ഥാനതല ഉദ്ഘാടനം, പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് നിർവഹിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയാണെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് നിർവഹിക്കുമെന്നാണ് ഇപ്പോൾ സംഘാടകർ പറയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ തന്നെ എത്തി കുട്ടികളുമായൊക്കെ കുശലമൊക്കെ പങ്കുവച്ച് കുട്ടികളെ സ്നേഹിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മുൻനിരയിൽ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ വേദിയിൽ ഇപ്പോൾ കുട്ടികൾ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു സ്വാഗതഗാനത്തിലേക്ക് കടക്കുകയാണ്. നമുക്കേതായാലും ആ സ്വാഗതഗാനം എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ കുട്ടികൾ സ്വാഗതഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അവർ വളരെ മനോഹരമായ രീതിയിൽ അതിൻ്റെ നൃത്തച്ചുവടുകളുമായി പോവുകയാണ്. നമുക്കെന്തായാലും ആ ഒരു കാഴ്ച കാണാം മനു. അതിനുശേഷം നമുക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് വരാൻ തോന്നുന്നു. തീർച്ചയായിട്ടും. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പും സർവശിക്ഷാ അഭിയാനും സംയുക്തമായി അവതരിപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഗാനരചന ശിവദാസ് വർമ്മേരി, സംഗീതം ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ, ആലാപനം പി ജയചന്ദ്രൻ, നിർമ്മാണം മീഡിയ വിഭാഗം സർവശിക്ഷാ അഭിയാൻ കേരളം.
അക്ഷരമുറ്റത്തേക്ക് 3 ലക്ഷത്തോളം കുരുന്നുകൾ എത്തുന്നു. പ്രവേശനോത്സവത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവേശനോത്സവത്തിൻ്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഒരു ഉദ്ഘാടനം നടക്കുന്നത്. സുനിൽ അരിമാനൂർ വേദിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. സുനിൽ, ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചോ? വിശിഷ്ടാതിഥികളടക്കം എത്തി. നേരത്തെ സ്വാഗതഗാനം നമ്മൾ കണ്ടു. ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഇനി വിശിഷ്ടാതിഥികളൊക്കെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനുശേഷം ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഒരു ഒരുക്കങ്ങളിലേക്കാണ് ഇവിടെ പോകുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രവേശനോത്സവ ഗാനം തന്നെയാണ് പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ചേർന്ന് അതിന് മനോഹരമായിട്ടുള്ള ഒരു നൃത്താവിഷ്കാരം കൊടുത്തപ്പോൾ വേദിയിൽ അവതരിപ്പിച്ചത്. അത് വളരെ ഇവിടെ എത്തിയിട്ടുള്ള ഒരു കുരുന്നുകളെയും വളരെ സന്തോഷപൂർവ്വം തന്നെ അവരുടെ പുതിയ അധ്യയനത്തിലേക്ക്, അവരുടെ പുതിയ സ്കൂളിലേക്ക്, ആദ്യവർഷം കുറിക്കാനുള്ള സ്കൂളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഈ നേരത്തെ സൂചിപ്പിച്ച പുതിയ കുട്ടികളെ അക്ഷരത്തൊപ്പി അണിഞ്ഞാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചടങ്ങുകളിലേക്ക് കടക്കാൻ പോവുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സമ്പത്ത് MP ഉണ്ട്, അതുപോലെ മേയർ പ്രശാന്ത് എത്തിയിട്ടുണ്ട്, അതുപോലെ മറ്റ് വിശിഷ്ട അതിഥികളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം തന്നെ വേദിയിൽ ഇപ്പോൾ ഇരിക്കും. അതിനുശേഷം ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. നേരത്തെ പറഞ്ഞത് വ്യത്യസ്തമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ ചടങ്ങിൽ വെച്ച് തന്നെ കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണം, അതുപോലെ തന്നെ പാഠപുസ്തക വിതരണവും നടത്തുന്നുണ്ട് എന്നുള്ളതും വേറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ പാഠപുസ്തകം വളരെ വൈകി കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് തന്നെയാണ് അത്തരത്തിൽ ഒരു സംവിധാനവും ഒരുക്കിയിട്ടുള്ളത്. ചടങ്ങുകൾ ഔപചാരികമായി ആരംഭിക്കുകയാണ്. നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാൻ തോന്നുക. ചടങ്ങുകൾ ഔപചാരികമായി ആരംഭിക്കുന്നു. തിരുവനന്തപുരത്ത് പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ തത്സമയ ചടങ്ങുകൾ, ഉദ്ഘാടന ചടങ്ങുകൾ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുരുന്നുകളാണ് അക്ഷരമുറ്റത്തേക്ക് അറിവിന്റെ മധുരം തേടി എത്തിയിരിക്കുന്നത്. ഉദ്ഘാടന വേദിയിൽ നിന്നുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ നഗരസഭ ബഹുമാന്യനായ മേയർ അഡ്വക്കേറ്റ് VK പ്രസാദിനെ ക്ഷണിക്കുകയാണ്. യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കുമാർ IAS അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടന ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ ശ്രീ അഡ്വക്കേറ്റ് VK പ്രശാന്ത്, സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാൻ സദയം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ബഹുമാനപ്പെട്ട ഡോക്ടർ A സമ്പത്ത് MP, ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK മധു, ബഹുമാന്യയായ ഡെപ്യൂട്ടി മേയർ ശ്രീമതി രാഖി രവികുമാർ,
പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ BS സെന്തിൽ IAS, ഈ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയാണ്. പുതിയൊരു അധ്യയന വർഷത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. വിദ്യയുടെ മഹത്വം വിളിച്ചോതുന്ന ബൃഹദാരണ്യക ഉപനിഷത്തിലെ വിശ്രുതമായ വരികൾക്ക് ഇന്നത്തെ ദിവസം ഏറെ പ്രസക്തിയുണ്ട്. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. തമസ് അവിദ്യയാണ്, അജ്ഞാനമാണ്, വിദ്യ വെളിച്ചവും. വിദ്യ തെളിക്കുന്ന വെളിച്ചത്തിൻ്റെ കൈത്തിരിയേന്തി പുതിയൊരു തലമുറ കൂടി കടന്നു വരുന്ന സുദിനമാണിന്ന്. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, അറിവിൻ്റെ ആകാശം കീഴടക്കാനുള്ള അന്വേഷണമാണ് പഠനം. വെളിച്ചത്തിനായുള്ള മഹായജ്ഞമാണത്. അറിവ് വെളിച്ചമാണ്. ആ വെളിച്ചം നിങ്ങളെ മഹത്വത്തിലേക്ക് ഉയർത്തും. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടേതായി പുതുതായി വിദ്യാരംഭം കുറിക്കുന്ന വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ആശംസ നേർന്നുകൊണ്ട് അദ്ദേഹം ഇന്ന് പത്രങ്ങളിൽ നൽകിയിട്ടുള്ള ആശംസാ കുറിപ്പിലെ വാചകങ്ങളാണ് ഞാനിവിടെ എടുത്തു പറഞ്ഞത്. അറിവിനായുള്ള അന്വേഷണത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ഈ സുദിനം, ഈ സ്കൂൾ പ്രവേശനോത്സവം 2016 തുടനീളം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വിദ്യാലയങ്ങളിലും ഇന്ന് ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, 3 ലക്ഷത്തോളം കുട്ടികൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളായി ഇന്ന് അക്ഷരമുറ്റത്തേക്ക് കടന്നു വരികയാണ്. കേരള വികസനത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്ന പാഠഭേദവുമായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന പുതിയ സർക്കാർ അധികാരമേറ്റ് ഒരാഴ്ച തികയുന്ന ദിവസമാണ് ഇന്ന് എന്നൊരു പ്രത്യേകത കൂടി ഈ വർഷത്തെ പ്രവേശനോത്സവത്തിനുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നവചൈതന്യം പകരാൻ വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച് അനുഭവ സമ്പന്നനായ പൊതുവിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് തികഞ്ഞ ഉൾക്കാഴ്ചയുള്ള ഒരു മന്ത്രിയെ നമുക്ക് ലഭിച്ചു എന്നതും ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന് തിളക്കം കൂട്ടുന്നു. അക്ഷരമുറ്റത്ത് ഈ വർഷം നന്മയുടെ വെളിച്ചം നിറയട്ടെ എന്ന ആശംസകളോടെ ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. ഈ വേദിയിൽ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ നഗരത്തിൻ്റെ പിതാവ്, ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയൊരു ദിശാബോധം നൽകിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർകളാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സാദരം ഈ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് അവർകളാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ ആദ്യ ദിവസം തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി ആദ്യം അദ്ദേഹം ചർച്ച ചെയ്ത വിഷയം ഈ സ്കൂൾ തുറക്കുന്നതോടെ എല്ലാ സ്കൂളുകളിലും പാഠപുസ്തകം ചേരാനുള്ള നടപടി ത്വരിതപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇതിനകം തന്നെ എല്ലാ സ്കൂളുകളിലും ഭൂരിപക്ഷം സ്കൂളുകളിലും പാഠപുസ്തകങ്ങൾ എത്തിച്ചേർന്നു. ജൂൺ 15 മുമ്പ് സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പാഠപുസ്തകങ്ങൾ എത്തിച്ചേർക്കുന്ന നടപടികൾക്ക് അദ്ദേഹം ഞങ്ങൾക്ക് നിർദ്ദേശം തന്നു. അതിനനുസരിച്ചുള്ള നേതൃത്വം തന്നു. അതനുസരിച്ചുള്ള നടപടികൾ പുരോഗമിച്ച് വരികയാണ്. ഈ ജൂൺ 15 മുമ്പായിട്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും പാഠപുസ്തകം കിട്ടും എന്ന് ഉറപ്പ് വരുത്തിയ അദ്ദേഹത്തിൻ്റെ നടപടി വളരെ ശ്ലാഘനീയമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഔപചാരികമായ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാമെന്ന്. വളരെ വേഗത്തിലെത്താം പ്രവേശന ഉത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വിതരണം ചെയ്യുന്നത് ബഹുമാന്യായ ഡെപ്യൂട്ടി മേയർ ശ്രീമതി രാഖി രവികുമാർ അവർകളാണ്. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയറെ
സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മികവ് പതിപ്പിൻ്റെ പ്രകാശനം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നിവിടെ പ്രകാശനം ചെയ്യും. അത് ഏറ്റുവാങ്ങുന്നത് എന്തുകൊണ്ടും അത് ഏറ്റുവാങ്ങാൻ അർഹനായ വിദ്യാഭ്യാസ വകുപ്പിനെ മികവിലേക്ക് നയിക്കുന്നതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ VS സെന്തിൽ IAS അവറുകളാണ്. അദ്ദേഹത്തെ നിറഞ്ഞ ഹൃദയത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്പസമയത്തിനകം തന്നെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കും.